വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മലായ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിലെ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു കേക്കാണ്. തലേ ദിവസം തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്ത് സെറ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ ഞാൻ കേക്കിൽ ഒഴിക്കേണ്ട പാലാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ടൈഗറിൻ്റെ ബദാം മിക്സ് 3-4 ഡ്രോപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കുറച്ച് കൂടുതലാണ് എസൻസ് ഇടുന്നത്, അതുകൊണ്ട് തന്നെ ഏലക്ക ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഈ എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഏലക്ക ഉപയോഗിക്കാം. വിപ്പിംഗ് ക്രീം 1/2 കപ്പിന് താഴെയും 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പിസ്ത ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം. അതൊന്ന് കുറുകി വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിനുള്ള കേക്ക് ഉണ്ടാക്കാം. അതിനൊരു ക്ലീൻ ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതൊന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിനാവശ്യമുള്ള ഒരു മധുരം ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ മുട്ട പതഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ്, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ബദാമിൻ്റെ എസൻസ് ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് ഇതുപോലെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കേക്ക് സോഫ്റ്റായി വരില്ല. ബൗളിലേക്ക് ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 3/4 കപ്പ് മൈദയും 1/4 കപ്പ് പാൽപ്പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ അരിച്ചെടുക്കണം. നമ്മൾ അരിച്ചെടുത്ത മൈദയുടെ പൊടിയും മുട്ട ബീറ്റ് ചെയ്തതും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് പാല് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പക്ഷേ 2 ടേബിൾ സ്പൂൺ പാലേ എനിക്കിവിടെ ആവശ്യം വന്നിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ബാറ്റർ എങ്ങനെയാണോ അതേ രീതിയിൽ നിങ്ങൾ പാല് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഓയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഗ്രീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ കണ്ടെയ്നേഴ്സൊക്കെ ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഒരു 20-25 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. എന്നാലേ നമ്മൾ പാല് ഒഴിക്കുമ്പം ആ കേക്കിൽ ഇങ്ങനെ അലിഞ്ഞു പോകത്തുള്ളൂ. കേക്കിൽ അടിയിലൊക്കെ ഇങ്ങനെ ചെല്ലണം. എന്നാലേ ആ മലായ് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു പാല് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മലായ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഇനി ഒരു പുതിയൊരു അടിപൊളി ഇതുപോലത്തെ തന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.